എഴുന്നേറ്റപ്പോൾ കുറച്ച് താമസിച്ചു കേട്ടോ, കുറച്ചല്ല കുറച്ച് അധികം തന്നെ താമസിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെന്താ, എഴുന്നേറ്റ് ഫ്രഷ് ആയി നേരെ അടുക്കളയിലോട്ട് വന്നു. ഡ്യൂട്ടിക്കൊന്നും പോകുന്നില്ല, കുറച്ച് ദിവസമായിട്ട് ലീവിലാണേ. വേറെ ഒന്നും കൊണ്ടല്ല, ഏട്ടന് തീരെ വയ്യ കേട്ടോ. ഏട്ടൻ എന്ന് പറയുന്നത് ഹസ്ബൻഡിനെയാണേ. ഹസ്ബൻഡിന് പനിയൊക്കെ ആയിട്ട് ആകെ മൊത്തം സൈഡായി. അതുകൊണ്ട് ഞാനും ലീവ് എടുത്തു. ചേച്ചിയുടെ മക്കളും വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട് ഉറങ്ങുന്നില്ല കേട്ടോ. ആകെ മൊത്തം ഒച്ചപ്പാടും ബഹളമൊക്കെ തന്നെയാണ്. പിള്ളേരുള്ള വീട്ടിൽ പിന്നെ അങ്ങനെ തന്നെയല്ലേ, ഒച്ചപ്പാടൊന്നും ഇല്ലെങ്കിൽ പിന്നെ എന്ത് രസമുള്ളത്. എഴുന്നേറ്റ് പാടെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് എന്തുണ്ടാക്കുമെന്ന് വിചാരിച്ച് നിന്നപ്പോഴാണ് ഇതാ ബണ്ണും മിൽക്കി മെയ്ഡും പിന്നെ ബൺ മസ്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ട്രെൻഡിങ്ങിൽ നിന്നൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന സാധനം. എല്ലാവരും ട്രെൻഡിങ്ങിൽ ആ സമയത്ത് ഉണ്ടാക്കിയായിരുന്നു. പക്ഷെ നമ്മളൊരു വെറൈറ്റിക്ക് ലാസ്റ്റോട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് പിന്നെ അങ്ങനെ തന്നെയാണല്ലോ അല്ലേ, എല്ലാം കഴിഞ്ഞതിന് ശേഷം തുടങ്ങുള്ളൂ. പിന്നെന്താ, ഒരു പ്രഹസനം തന്നെയായിരുന്നു ഉണ്ടാക്കിയതിൻ്റെ കേട്ടോ, വേറെ ഒന്നുമില്ല. അതിനിടയിൽ അൻസിക ഓരോന്ന് പെറുക്കി തിന്നുന്നുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട് മാമി എന്നായിരുന്നു അവളുടെ വകയുള്ളൊരു അഭിപ്രായം. എല്ലാം അതിന് ശേഷം ഞങ്ങളിത് ചായ കുടിക്കാനിരുന്നു. ബൺ മസ്കയും ചായയും നല്ല ആസ്വദിച്ച് കഴിക്കാം കേട്ടോ. ഏട്ടനെ എഴുന്നേറ്റിട്ടില്ല, ഏട്ടനെ എഴുന്നേറ്റിട്ട് വേണം ഏട്ടനും കൂടെ ചായ കൊടുക്കാൻ.